സ്വർണത്തിൻ്റെ ശുദ്ധതയെ നിർണ്ണയിക്കുന്ന യൂണിറ്റ് ഏത്? കാരറ്റ്. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി? അയണോസ്ഫിയർ. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി? പാമ്പ്. വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത്? ശുക്രൻ. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ജെ തോംസൺ. ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ദ്രാവകമേത്? അക്വാറീജിയ. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഡോക്ടർ ഹോമി ജെ ഭാഭ. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏത്? മാലിയസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ നിക്ഷേപമുള്ള സംസ്ഥാനമേത്? കർണാടക. ഗാർഹിക സർക്യൂട്ടുകളിലെ എർത്ത് വയറിൻ്റെ നിറം എന്താണ്? പച്ച. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത്? വികിരണം. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്ര? 36.9 ഡിഗ്രി സെൽഷ്യസ്. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥ ഏത്? തിമിരം. മെർക്കുറി ചേർത്ത ലോഹസങ്കരങ്ങൾക്ക് പറയുന്ന പേരെന്ത്? അമാൽഗം. കൃത്രിമ മഴ പെയ്യിക്കാൻ അന്തരീക്ഷത്തിൽ വിതറുന്ന രാസവസ്തു ഏത്? സിൽവർ അയോഡൈഡ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏത്? പ്ലാസ്മ. അന്തരീക്ഷവായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്ത്? കറുപ്പ്. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? രാജാ രാമണ്ണ. സൂര്യാഘാതം ഉണ്ടാകുവാൻ കാരണമായ കിരണമേത്? അൾട്രാവയലറ്റ്. ഒരു ഫാത്തം എത്ര അടിക്ക് തുല്യമാണ്? 6 അടി. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളായ ടാക്കിയോണുകൾ കണ്ടുപിടിച്ചതാര്? ECG സുദർശൻ. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹമേതാണ്? ലിഥിയം. വൈദ്യുതിയുടെ പിതാവ്
എന്നറിയപ്പെടുന്നതാര്? മൈക്കിൾ ഫാരഡെ. മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണം ഏത്? ചുവപ്പ്. 1 കിലോഗ്രാം സ്വർണം എത്ര പവൻ ആണ്? 125 പവൻ. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നതാര്? തോമസ് ആൽവ എഡിസൺ. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമേത്? നൈട്രജൻ. ഓസോണിൻ്റെ നിറമെന്താണ്? ഇളം നീല. ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇയാൻ വിൽമുട്ട്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ടാനിക് ആസിഡ്. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ച പക്ഷി നിരീക്ഷകൻ ആര്? ഇന്ദുചൂടൻ. സസ്യകോശം കണ്ടുപിടിച്ചതാര്? എം.ജെ. ശ്ലീഡൻ. ഭൂമിയിൽ ലഭ്യമായ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഡയമണ്ട്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമേതാണ്? ബാരോമീറ്റർ. മനുഷ്യരിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? 46 ക്രോമസോമുകൾ. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7. ഉരഗങ്ങളെയും ഉഭയജീവികളെയും കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹെർപ്പറ്റോളജി. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻ്റ് ചെയ്യൂ. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്?